17, മൂന്നാമത് നമ്മുടെ ചിത്ര 43. അങ്ങനെ വേണം കയറി വരാൻ. ടീച്ചർ അതിൽ ഒരു പോവുകയാണ്. കാലത്തിന്റെ കുത്തിവയ്പ്പിൽ ഒലിച്ചു പോകാതെ, സ്വാർത്ഥതയുടെ കാണാക്കൈകളിൽ താണുപോകാതെ, ദൈവങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേരിൽ പോർമുഖം സൃഷ്ടിക്കാതെ, ഒരമ്മ പെട്ട മക്കളെ പോലെ തോളോട് തോൾ ചേർന്ന് നമുക്ക് മനുഷ്യൻ എന്ന മാത്രം ലാക്കാക്കി മുന്നേറാം. പരസ്പര വിദ്വേഷങ്ങൾ വെടിഞ്ഞ് ഒരേ മനസ്സോടെ ഒരേ സ്ഥലത്തിൽ നമുക്കൊരു സാമൂഹിക കർമ്മം പടുത്തുയർത്താൻ കഴിയണം. വർഗീയതയുടെ പുതുക്കൊട്ടുകൾ പാടെ വലിച്ചെറിഞ്ഞ് സുന്ദരമായ സുഭിക്ഷമായ ഒരു നല്ല ഭൂമി നമുക്ക് പുനർനിർമ്മിക്കാം. ഇവിടെ നമുക്ക് സ്നേഹത്തിന്റെ പൂക്കാലം സൃഷ്ടിക്കാം. പ്രകൃതിയുടെ സംരക്ഷകരാകാം. കമ്മ്യൂണിസ്റ്റ് ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ എന്ന മഹത്തായ മതസൗഹാർദ്ദ സംഘടനയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം. CCCയുടെ തെക്കൻ കേരളത്തിന്റെ ഭാഗമായ തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കേരളത്തിന്റെ മത സാംസ്കാരിക മേഖലയിലെ മഹനീയ വ്യക്തിത്വങ്ങളെ സാക്ഷിയാക്കി ഈ സുന്ദര നിമിഷത്തിന് നമുക്ക് തുടക്കം കുറിക്കാം. ലോക സമസ്ത സുഖന ഭവന്തു. നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി ബഹുമാനമുള്ളവരെ, ഈ ഉദ്ഘാടന ചടങ്ങ് സമാരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷന്റെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ഗൾഫാർ പി മുഹമ്മദ് അലി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്ന അത്യഭേദ്യ ട്രിബ്യൂണൽ മാർ ബസേലിയോസ് ക്ലീനീസ് കാതോലിക്ക ബാവ തിരുമനസിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദരണീയ ശ്രീ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയ ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി അവർ, വെരി റവറൻഡ് ഫാദർ യൂജിൻ പെരേര, സ്വാമി അശ്വതി തിരുനാൾ, ഡോക്ടർ ഹുസൈൻ മടവൂർ, CCCയുടെ സെക്രട്ടറി ശ്രീ P രാമചന്ദ്രൻ അവർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാവകൾ, ശ്രീ CS അബ്ദുൾ റഹീം അവർ, വെരി റവറൻഡ് ഫാദർ തോമസ്, പ്രൊഫസർ ഡോക്ടർ P നസീർ, ശ്രീ സാജൻ വേലൂർ, ഡോക്ടർ കായംകുളം യൂനസ്, ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി, ഫാദർ മോർലി കൈതപ്പ, മറ്റ് ശ്രീ മണക്കാട് മുക്കം പാലമൂട് രാധാകൃഷ്ണൻ, ആദരണീയനായ ഡോക്ടർ പുനലൂർ സ്വന്തരാജൻ അവർ, മറ്റു വിശിഷ്ടാതിഥികൾ, ഭാരവാഹികൾ എല്ലാവരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മഹനീയമായ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി CCCയുടെ തിരുവനന്തപുരം ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ശ്രീ MM സത്ര അവരെ ഏറെ സ്നേഹങ്ങളോട് ക്ഷണിക്കുന്നു. പിന്നീടെയാണ് എത്തിച്ചേർന്നത്. കോട്ടക്കൽ MLA ആബദ് ഹുസൈൻ തങ്ങൾ അദ്ദേഹം സദസ്സിലുണ്ട്. അദ്ദേഹത്തെ ദൈവവും സ്വാഗതം ചെയ്യുന്നു. നിംസ് മെഡിസിറ്റിയുടെ MDയും നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറുമായ MS ഫൈസൽ ഖാൻ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ദൈവവും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് അറബ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ
കച്ചവടം തുടങ്ങിയ സമയത്ത് മുസ്ലിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കടകൾ കൂട്ടുമായിരുന്നു. ചരിത്രത്തിൽ സംഭവം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഹിന്ദുക്കൾക്ക് ഉള്ള കടകളുടെ കച്ചവടം കുറയാതിരിക്കുകയാണ്. ഈ ഒരു മാനസികാവസ്ഥ മുസൽമാനും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ഉണ്ടെങ്കിൽ ലോകത്ത് ആരും വിചാരിച്ചാലും ഭാരതത്തിൻ്റെ വളർച്ചയെ തടുക്കാൻ കഴിയില്ല, ഭാരതത്തിൻ്റെ നന്മയെ തടുക്കാൻ കഴിയില്ല. അപ്പോൾ ഭാരതം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു രാജ്യമായി മാറാനുള്ള സാഹചര്യമെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും തമ്മിൽ വാളെടുത്തുകൊണ്ട് ഞങ്ങളാണ് വലുത് എന്ന് കാണിച്ചുകൊണ്ട് ഈശ്വരന് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത ആ വർഗീയവാദത്തിൻ്റെ വഴിയിലേക്ക് നടക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വർഗീയവാദം പറഞ്ഞ ആളുകളൊക്കെ ഇപ്പം എന്തുമാത്രം ഈശ്വരൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പരമസത്യമാണ്. അപ്പോൾ CC കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി ഒരുപാട് ദൂരം പോകാനുള്ള ആളാണ്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്ന ആ ഒരു വരിയിൽ നമുക്ക് വരി അവർക്ക് കൊടുക്കാം. തീർച്ചയാണ് സമൂഹത്തിൽ ഇന്ന് മണിപ്പൂരിലായാലും എവിടെയായാലും ഒരുപാട് കാർമേഘം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇത് ഭാരതമാണ്. ഇവിടെ സ്നേഹത്തിൻ്റെ ദീപം മാത്രമേ കത്തി നിൽക്കുള്ളൂ. നമ്മുടെ ശൈലി അദ്ദേഹത്തിൻ്റെ വോട്ട് ദ വെസ്റ്റ് എന്ന് പറയുന്നതിനോ ആ ഒരു കവിതയുടെ അവസാനം പറയുന്ന വരിയുണ്ട്. ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ദി ഫാർ ബിഹൈൻഡ്. ഈ കാർമേഘങ്ങളെല്ലാം ഉരുണ്ടുകൂടുമ്പോൾ, ഈ വർഗീയവാദങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ നമുക്ക് പറയാം, ദൈവമേ ഇത് മഴ പെയ്ത് തീർന്നു കഴിഞ്ഞാൽ ഇനി ഒരു വസന്തം വരാൻ പോവുകയാണ്. ആ വസന്തത്തെ വരവേൽക്കുവാൻ ഈ CCCക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അദ്ദേഹം മുൻകൈയെടുത്ത് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ എന്ന സംഘടന ആരംഭിച്ചു. തന്റെ ഔദ്യോഗിക തിരക്കിനിടയിലും ഇത്തരം സാമൂഹിക മതമേത്ര ലക്ഷ്യങ്ങൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്ന മുഹമ്മദ് അലി സാറിന്റെ നല്ല മനസ്സിന് നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം അധ്യക്ഷ പ്രസംഗത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. തിരുമേനി, ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മറ്റു എൻ്റെ സഹപ്രവർത്തകരായ രാമചന്ദ്രൻ സർ, CH റഹീമൻ സർ, മറ്റു സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, ആദ്യമായി വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റിൻ്റെ സ്നേഹാദരപരമായ വാക്കുകൾക്ക് നന്ദി. ഈ മഹനീയമായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ രാജകുമാരി, മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യപൂജ്യ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസ്സുണ്ടാണ്. സ്വന്തം സഭയെ ആത്മീയതയിലൂടെ നയിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, കാരുണ്യ മേഖലകളിലും ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. തൻ്റെ നാമകേന്ദ്ര തിരുനാൾ കഴിഞ്ഞ 15 വർഷവുമായി ആഘോഷിച്ചു വരുമ്പോൾ മറ്റ് മതവിശ്വാസികളെ സഹായിക്കുന്നതിനും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിനുമായി ഒട്ടേറെ കാരുണ്യ പദ്ധതികളാണ് അദ്ദേഹം വിഭാവനം ചെയ്ത് നടപ്പാക്കി വരുന്നത്. ഈ കാലയളവിൽ 2500-ൽ പരം വിവിധ മതവിശ്വാസികളായ സഹോദരങ്ങൾക്ക് വീടുകൾ വയ്ക്കുന്നതിന് ധനസഹായം നൽകുകയും വിദ്യാഭ്യാസ മേഖലയിൽ മാറിവാനിയോസ് ക്യാമ്പസ് ഉൾപ്പെടെ മാറിവാനിയോസ് എന്ന മഹാ പ്രസ്ഥാനത്തിൻ്റെ ആ ക്യാമ്പസിൽ തന്നെ 22ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിലെമ്പാടും അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അനേകം ആളുകളെ വിദ്യാഭ്യാസത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് നയിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കുന്നു. അതിന് സാമൂഹിക, സാംസ്കാരിക ഇടപെടലുകളിൽ ശക്തമായ സാന്നിധ്യമായ നമുക്കേറെ പ്രിയങ്കരനായ അഭിവന്ധ്യ കർദിനാൾ തിരുമനസിനെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിനായി ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷണിക്കുന്നു.
നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി അവർ കേരളം സ്നേഹിക്കുകയും ആദരവോടെ കാണുകയും ചെയ്യുന്ന കൊടുപ്പനക്കൽ തറവാട്ടിലെ ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ സംസ്ഥാനതല ഭാരവാഹികൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. അതീവമായ ഗൗരവ ബുദ്ധിയോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്കൃഷ്ടമായ ഊഷ്മളതയിലേക്ക് നമ്മെ എല്ലാവരെയും പുനഃപ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ബഹുമാന്യനായ ഗൾഫാർ മുഹമ്മദ് അലി സാറിൻ്റെ നേതൃത്വത്തിൽ സമർപ്പണ ബുദ്ധിയോടുകൂടി മുൻപോട്ട് വയ്ക്കുന്ന ഒരു പ്രമേയവും ഒരു സമർപ്പണവുമാണ് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ. അദ്ദേഹവുമായി ഒട്ടനേകം തവണ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും വിവിധ വശങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്നതിനുമൊക്കെ ഇടയായി. നമ്മുടെ പൊതുസമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തുറന്ന മനസ്സ് നമുക്കെല്ലാവർക്കും വലിയ ശുഭപ്രതീക്ഷ നൽകുന്നു. തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഒരു ചാപ്റ്റർ ആരംഭിക്കണം എന്ന് പറഞ്ഞ് സമീപിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവരുടെയും ആലോചന നേടി അതിലേക്ക് പ്രവേശിക്കാം. നാം ഇന്ന് ആ ദിവസത്തിൽ ഒരുമിച്ച് വന്നിരിക്കുന്നു. ഇവിടെ ദീർഘമായ പ്രസംഗത്തിന് സാധ്യതയില്ല. ഇവിടെ ഇതിൽ സംബന്ധിക്കുന്ന വിശിഷ്ട അതിഥികളുടെ പേരുകൾ മുഴുവൻ ശ്രീ ഇമാം സഫറിന് പോലും വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെ മാനിച്ചുകൊണ്ട് തന്നെ വളരെ ചുരുക്കമായി നമ്മുടെ കൂടിവരവിൻ്റെ അനുഗ്രഹം അനേക നാളുകളിൽ നമ്മെ നയിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. നമ്മുടെ രാജ്യം ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന മനുഷ്യ മഹത്വം എല്ലാ ചിന്തകൾക്കും അതീതമായി നൽകിയെന്നുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ നമ്മുടെ അതിപുരാതനമായ ഗവേഷണങ്ങളെ കുറിച്ചൊന്നും വിസ്മരിച്ചുകൊണ്ടല്ല, എന്നാൽ മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച് ലോകത്തിൽ സംസാരിച്ചിട്ടുള്ള സംസ്കാരങ്ങളിൽ ഏറ്റവും സജീവമായും പ്രധാനമായും നിൽക്കുന്ന ഒരു സംസ്കൃതി നമ്മുടേതാണ്. ഈ സംസ്കൃതി നമ്മുടെ ഗ്രാമങ്ങളെയും നമ്മുടെ നാട്ടുരാജ്യങ്ങളെയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെയും കുറിച്ച് മാത്രമല്ല, ലോകം തന്നെ ഒരു കുടുംബമാണെന്ന്, ഇവിടെ വസുധൈവ കുടുംബകം എന്ന് ലോകത്തോട് പറയുന്നു എങ്കിൽ അതിൻ്റെ പിറകിൽ ഈ ജനത ജീവിച്ചു വന്ന ഒരു സംസ്കൃതിയുടെ അനന്തരഫലമാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ എല്ലാ മതക്കാരും മതമില്ലാത്തവരും ഒന്നുപോലെ സന്തോഷത്തോടെ പറയും, ലോകത്തിന് ഒരു ദർശനം കൊടുക്കാൻ ഈ സംസ്കാരത്തിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി
നാം ഒറ്റയ്ക്ക് വളരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വേദനകൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും പ്രത്യാശ നൽകുമ്പോഴും ഒരുപോലെ ജീവിച്ചു വന്ന ഒരു ജനതയുടെ ഇടയിൽ സ്ഥാപിത സ്വാർത്ഥ താല്പര്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് വിഭാഗീയത ഏറിവരികയാണ്. അതിൻ്റെ ഒരു പാരമ്യത്തിൽ ലോകത്തെ എന്നല്ല, നമ്മുടെ കൊച്ചു ഗ്രാമത്തെ പോലും ഒരു കുടുംബമെന്ന് വിളിക്കാൻ നാം ക്ലേശിച്ചു. പോകുന്ന ആരാധനാലയത്തിന്റെ പേര് പറഞ്ഞ് നാം ഒരുമിച്ച് കൂടുന്നത് സ്വാഭാവികമാണ്. അസ്വാഭാവികതയൊന്നുമില്ല. അങ്ങനെ തെറ്റായി നാം ധരിക്കുകയും വരുന്നു. എന്നാൽ നാം ഒരുമിച്ച് വരുമ്പോൾ നമ്മെ ചേർത്ത് നിർത്തുന്ന പൊതുവായ ഒരു ഭാരതീയ പൈതൃകം നമുക്കുണ്ട്. അതിൽ അഭിമാനിക്കുവാൻ നമുക്ക് എല്ലാ കാലത്തും സാധിച്ചിട്ടുണ്ട്. ആ ഒരു ആലോചനയിലേക്കും ഊഷ്മളതയിലേക്കും നമ്മുടെ ദേശം തിരിച്ചു വരണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഈ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ അതിൻ്റെ ചാപ്റ്റർ ആരംഭിക്കുക. അതിന് നമുക്ക് സാധിക്കട്ടെ. നമ്മേറെ വളർച്ചയിൽ മുൻപോട്ട് പോയിട്ടുണ്ട്. ആ വളർച്ച സാധ്യമായത് ഒരു മതതീവ്രതയുടെ അടിസ്ഥാനത്തിലല്ല, ഒരു വർഗീയ ചേരിതിരിവിന്റെ അടിസ്ഥാനത്തിലല്ല. ശാസ്ത്രജ്ഞന്റെ പേര് ചോദിച്ചാൽ മതി, ജാതിയും മതവും ചോദിക്കേണ്ടതില്ല. പുരോഗതി ഉണ്ടാക്കുന്ന ആളിന്റെ സമർപ്പണത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി. നമുക്ക് കൈവശം വരുന്ന ചില പുണ്യങ്ങളുടെ വീണ്ടെടുപ്പ് ആവശ്യം. നമ്മുടെ ദേശം പുരോഗതിയിലേക്ക് തന്നെ മുൻപോട്ട് പോകണം. അതിനുള്ള സാധ്യതകൾ ഏറിവരികയാണ്. ലോകം നമ്മുടെ ഈ ജനവിഭാഗത്തെ, ഈ സംസ്കാരത്തെ, ഈ ഭൂഖണ്ഡത്തെ എന്ന് ഞാൻ വിശേഷിപ്പിക്കും, ശ്രദ്ധിക്കുകയാണ്. സൂപ്പർ പവർ എന്നത് ആയുധപുരയുടെ വലിപ്പം നോക്കി നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തിലെ മനസ്സാക്ഷിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തിയുടെ പേരാണ് സൂപ്പർ പവർ. ആയുധശേഖരം കൊണ്ടത് സാധ്യമല്ല എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. വാളെടുക്കുന്നവൻ വാളാൽ എന്ന യേശുക്രിസ്തു പറഞ്ഞത് ഓർക്കുന്നു. നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, നമ്മുടെ ഒരു ബന്ധത്തിന്റെ പുനഃപ്രതിഷ്ഠ തീവ്രമായ ആഗ്രഹത്തോടെ വിഭജിച്ചു നിൽക്കുവാൻ, ഭിന്നരായി നിൽക്കുവാൻ കാണിക്കുന്ന ആ വലിയ പ്രത്യേകതയ്ക്ക് അപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന, ഒരുമിച്ച് നിൽക്കുവാൻ കെൽപ്പുള്ള ഒരു സംസ്കാരത്തിന്റെ അടയാളമായി നമുക്ക് ഉയരാം. ഇതിന് നേതൃത്വം നൽകുന്നവർക്ക് നല്ല ഹൃദ്യമായ ബന്ധമുള്ളവരാണ്. എന്നെ കാണുവാനായി പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാറും ഇതിന്റെ സംഘാടകരും വേണുചേട്ടനും ഒക്കെ വന്നപ്പോ ഒരു കുടുംബം എന്നതുപോലെ ഇരുന്ന് സംസാരിക്കാൻ, ഒരുമിച്ച് ഞങ്ങൾ ബിഷപ്സ് ഹൗസിലെ പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കാൻ. സാധാരണ അത് സംഭവിക്കാൻ ബുദ്ധിമുട്ടാണ്. ആധ്യാത്മിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള സാന്നിധ്യം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാണക്കാടിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച സർവ്വർക്കും വേണ്ടി നല്ലതിനായി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ 2025 മാനവ സൗഹൃദ സംഗമങ്ങളുടെ ദേശീയതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സമാധാനായ CCCയുടെ സംസ്ഥാന ചെയർമാൻ സാഹിബ്, നമ്മുടെ ഒഡീഷയിലെ
ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയൻ കേരളത്തിൻ്റെ മതേതര പൈതൃകത്തിന് എന്നും തൻ്റേതായ പ്രത്യേക ശൈലിയിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നേതൃത്വം തന്നുകൊണ്ടിരിക്കുന്നവരുമായ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക തിരുമേനിയോട് ബ്രഹ്മശ്രീ സത്യാനന്ദ സ്വാമികളോട് സ്വാമി ഗുരുദത്തൻ ജ്ഞാനതപസ്വി ഇമാം ഡോക്ടർ കുട്ടി സുഹേബ് മൗലവി ഡോക്ടർ വിജയൻ പെരേര സ്വാമി ശ്രീ വിനാട് ഡോക്ടർ ശ്രീ മടവൂർ ശ്രീ രാമചന്ദ്രൻ വേണു പാതാനന്ദ വെങ്കേട്ടര മറ്റു വിശിഷ്ടാതിഥികൾ ഇവരെ കൂടിയ സഹോദരി സഹോദരന്മാർ, ഏറെ സന്തോഷത്തോടും ചായതാർത്ഥത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ ഏതാണ്ട് 12 വർഷക്കാലമായി കൊച്ചി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന വിവിധ സമുദായങ്ങളുടെ ഒരു കൂട്ടായ്മ. കേരളം എന്നും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. കേരളത്തിൻ്റെ സമാധാനം, ശാന്തിയും സൗഹാർദ്ദവും ഇവയെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ചുമതലയാണ് എന്ന് മഹായ കമ്മ്യൂണിസ്റ്റ് ഭാവാത്തിനെ ഓർമ്മിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവകാശവുമാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഏറെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം, അതിൽ ആ ഒരു സംസ്ഥാനം നമ്മൾ കേരളമാണ്. നമ്മൾ വേറെ ഏത് സംസ്ഥാനത്ത് പോയാലും കേരളീയരാണ് എന്ന് അറിയുമ്പോൾ അവിടുത്തെ ആളുകൾ, സുഹൃത്തുക്കൾ കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തെ, കമ്മ്യൂണൽ ഹാർമണിയെക്കുറിച്ചൊക്കെ വളരെയേറെ താല്പര്യത്തോടെ അന്വേഷിക്കാറ്. തിരുമേനിയോട് സൂചിപ്പിച്ചതുപോലെ പ്രാബല്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഉടലെടുത്ത ആ കാലത്ത് അന്നും കേരളം കാത്തു സൂക്ഷിച്ച സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ക്ഷമയുടെയും സംയമനത്തിൻ്റെയും നല്ല ഉദാഹരണം. അത് കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്ന ആർക്കും തന്നെ അത് സ്മരിക്കുവാൻ സാധ്യതയുണ്ട്. ആ ചരിത്രം തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രം. ഇവിടെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന നമ്മുടെ രാജ്യവും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളവും. നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. ആർഷഭാരത സംസ്കാരത്തിൻ്റെ പൈതൃകം അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളത്. ഇന്ത്യ മതങ്ങളെ സ്വീകരിച്ചിട്ടുള്ള, മതങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള, അതുപോലെ മതങ്ങളെ പ്രസവിച്ചിട്ടുമുള്ള രാജ്യമാണ്. ഇവിടെ തന്നെ ഉദ്ഭുതമായിട്ടുള്ള മതങ്ങളുണ്ട്. അതോടൊപ്പം പുറം രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുള്ള മതങ്ങളുണ്ട്. അവയൊന്നും എതിർപ്പ് കൂടാതെ സ്വീകരിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഇന്ത്യക്ക്. കേരളം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കേരളത്തിലെ മഹാരാജ് സെൻറ്റ് തോമസ് അഴീക്കോട്ടിലൂടെ കടന്നു തൊട്ടടുത്ത് തന്നെയാണ് അവിടെ മാലിക് ബിൻ ദീനാർ കപ്പിലറിൽ നിന്ന് കടന്നു വന്നത്. രണ്ടുപേരും കടന്നു വന്നപ്പോഴൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ സമൂഹം ഈ കടന്നു വന്ന രണ്ടുപേരുടെയും മതങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരുന്നു. പെരുമാൾ രാജാക്കന്മാരുടെ മുൻപെട്ട അതായത് ഉണ്ടായിരുന്നു. സെൻറ്റ് തോമസ് അവരുടെ കടന്നു വന്നപ്പോഴും മാലിക് ബിൻ ദീനാർ കടന്നു വന്നപ്പോഴും ആ സമൂഹം, തദ്ദേശീയ സമൂഹം ഒരിക്കലും അവരെ ഗോബാക്ക് വിളിച്ച് അല്ല സ്വീകരിച്ചു.
അവരോട് പ്രതികരിച്ചത് അങ്ങനെയല്ല, മറിച്ച് ഇരു കൈയും കൂട്ടി അവരെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ ലിംഗനബദ്ധരായിട്ടാണ് അവർ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു. സെൻറ് തോമസ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് തെക്കോട്ടേക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള യാത്ര. മാൽക്കുംതിയ കൊടുങ്ങല്ലൂരിൽ നിന്ന് വടക്കോട്ടേക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. അവിടങ്ങളിലൊക്കെയുള്ള സമൂഹത്തെ അവരുടെ സംസ്കാരത്തിലേക്ക് ക്ഷണിക്കുകയും ആ സംസ്കാരത്തിലേക്ക് അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഒരിക്കലും അന്നത്തെ കേരളത്തിലെ തദ്ദേശീയ സമൂഹം, കേരളത്തിലെ ഹൈന്ദവ സമൂഹം അതിനെ എതിർക്കുകയുണ്ടായി. മാൽക്കുംതിയ സ്ഥാപിച്ച പള്ളി, കൊടുങ്ങല്ലൂരിലെ പള്ളി, ഇന്ത്യയിലെ ഫസ്റ്റ് മോസ്റ്റ് ഇൻ ഇന്ത്യ എന്നിപ്പോഴും അതറിയുന്നു. പെരുമാറാജന്മാരാകുന്ന എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുത്തു. അവർ ഞങ്ങൾക്കൊരു പള്ളി വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വെളിപ്പാടകലെ തന്നെയാണ്, അവിടെ നിലവിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ വെളിപ്പാടകലെ തന്നെയാണ് പള്ളിക്കുള്ള സ്ഥലവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ തന്നെയാണ് പെരുമാൾ രാജാക്കന്മാരുടെ പെരുമാൾ അവർക്ക് നൽകി. ഇന്ത്യയിൽ ക്രിസ്ത്യാനിസവും ഇസ്ലാമിസവും എതിർപ്പോടെയല്ല ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നത്. പരസ്പര സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ആചാര മര്യാദകളുടെ ഉപചാരങ്ങളോടെയുമാണ്, ആതിഥ്യ മര്യാദകളോടെയാണ് അവർ കേരളത്തിൻ്റെ മുന്നിൽ വന്ന് പിന്നീട് അത് ഇന്ത്യയിലെ മറ്റൊരു ഭാഗങ്ങളിലേക്കും ആ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. മുസ്ലിങ്ങൾ മുമ്പും ഇന്ത്യയിലുണ്ടായിരുന്നു, വടക്കേ ഇന്ത്യയിൽ. അത് മുഹമ്മദ് ഗസ്നിമാരും കാസിമാരും കൊണ്ടൊക്കെ കടന്നു വന്നത്. പക്ഷേ ഇസ്ലാം പ്രചരിപ്പിക്കാനില്ല, ഇസ്ലാമിൻ്റെ പേരിലല്ല അവർ വന്നത് അവരുടെ സാമ്രാജ്യ കാര്യങ്ങൾക്കാണ്, രാജ്യം പ്രചരിപ്പിക്കാൻ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവർ കടന്നു വന്നത്. അതല്ലാതെ മതത്തിൻ്റെ പേരിലല്ല. മതത്തെ ഈ മഹനീയമായ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി CCCയുടെ തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് ശ്രീ MM സത്ര അവരെ ഏറെ സ്നേഹങ്ങളോട് ക്ഷണിക്കുന്നു. ബഹുമാനമുള്ളവരെ, ഈ ഉദ്ഘാടന ചടങ്ങ് സമാരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷന്റെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ഗൾഫാർ പി മുഹമ്മദ് അലി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്ന അത്യഭോഗ്യ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീനീസ് കാതോലിക്ക ബാവ തിരുമനസിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദരണീയ ശ്രീ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയ ഇമാം ഡോക്ടർ VP സുഹൈബ് നവലവിയവകൾ, വെരി റവറൻ ഫാദർ യൂജിൻ പെരേര, സാമി അശ്വതി തിരുനാൾ, ഡോക്ടർ ഹുസൈൻ മടവൂർ, CCCയുടെ സെക്രട്ടറി ശ്രീ P രാമചന്ദ്രൻ അവർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാവകൾ, ശ്രീ CS അബ്ദുൾ റഹീം അവർ, വെരി റവറൻ ഫാദർ തോമസ്, പ്രൊഫസർ ഡോക്ടർ P നസീർ, ശ്രീ സാജൻ വേലൂർ, ഡോക്ടർ കായംകുളം യൂനസ്, ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി, ഫാദർ മോർലി കൈതപ്പ, മറ്റ് ശ്രീ മണക്കാട് മുക്കം പാലമൂട് രാധാകൃഷ്ണൻ, ആദരണീയനായ ഡോക്ടർ പുനലൂർ സ്വരാജൻ അവർ, മറ്റു വിശിഷ്ടാതിഥികൾ, ഭാരവാഹികൾ എല്ലാവരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പോവുകയാണ്.
17. മൂന്നാമത് നമ്മുടെ ചിത്ര 43. അങ്ങനെ വേണം കയറി വരാൻ. ടീച്ചർ അതിൽ ഒരാൾ